അല്ല അതെങ്ങനെയാ സിനിമ പ്രൊമോഷനിലൂടെ കിട്ടുന്ന അംഗീകാരം? കഴിഞ്ഞ പ്രാവശ്യത്തെ ജംബോഡി യോഗത്തിന് നിങ്ങളൊരു ഓൺലൈൻ ചാനലിലാണ് അമ്മ അത് എടുക്കാനും വിഷുവിനൊക്കെ പെർമിഷൻ. ആ പെർമിഷനോ അംഗീകാരമാണ് അവർ ഇത്തരം കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യുന്നത്. ആ പെർമിഷനും അംഗീകാരവും മിസ്യൂസ് ചെയ്യുന്നത് അതൊരു സ്വാഭാവികമായിട്ടെന്ന് നിങ്ങൾ പറഞ്ഞത് അത് സ്വാഭാവികമാണോ? അത് അസ്വാഭാവികമാണ്. എങ്ങനെയാണ് അവരെ സിനിമാക്കാരെ നിയന്ത്രിക്കേണ്ടത്? പറയൂ. അവരാണ് ഇത്തരം കേന്ദ്രങ്ങളിൽ, അതായത് MLA ഇവിടെ മത്സരിക്കുമ്പോൾ ഈ മണ്ഡലത്തിലടക്കം വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം ആളുകളെ നിയന്ത്രിക്കാനുള്ള തീരുമാനം താരസംഘടനയായ അമ്മ എടുക്കും. നമ്മൾ നിയന്ത്രിക്കുന്നുണ്ടല്ലോ. അമ്മ സംഘടന ഒരു പ്രോഗ്രാം ചെയ്യുമ്പം അതിനകത്തുനിന്ന് അതിൻ്റെ ഷൂട്ടിംഗ് റൈറ്റ്സ് കൊടുത്ത് പ്രതിഫലമായി പണം മേടിച്ചിട്ടാണ് ഒരാളെ അകത്ത് കയറ്റുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ പണം അമ്മയുടെ അകത്തുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിജയിക്കുന്നത്. അതിനൊരു റീച്ച് ഉണ്ടല്ലോ. ഈ റീച്ച് ഫ്രീ ആയിട്ട് ഷൂട്ട് ചെയ്തെടുത്തുകൊണ്ട് പോകുന്നതാണല്ലോ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവം. ആ റീച്ചിനെ കുറിച്ച് ബോധ്യമുള്ള ആളുകൾ അതിന് പ്രതിഫലമായി പണം വാങ്ങിക്കൊണ്ട് ഒരാൾക്ക് ആ ടോട്ടൽ ഇത് ഷോ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്നതാണ് ഈ സാധനം. മീറ്റിങ്ങിൻ്റെ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളിലൊന്നും നമ്മൾ ആരെയും കയറ്റുന്നില്ലല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതോ അവിടെ ആളുകൾ നടക്കുന്നതോ എടുക്കാൻ പ്രതിഫലമായി പണം മേടിച്ചുകൊണ്ട് കൊടുക്കുന്നു. അത് സ്വാഭാവികമായി അവർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറയരുത്. അത് സ്വാഭാവികമാണ് ആ ദുരുപയോഗം ചെയ്യല്. അതെ, ഞാൻ അങ്ങനെ മിസ്യൂസ് ചെയ്യരുതെന്നാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ തന്നെ മിസ്യൂസ് എന്നുള്ള വാക്കാണല്ലോ പറഞ്ഞത്. നമ്മളൊരു സാധനത്തിനെ നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നു. ഒരാൾ കത്തിയെടുത്ത് കുത്തിക്കൊന്നു കഴിയുമ്പോൾ അയാൾ ആ കത്തി വെച്ച് പണ്ട് കഷ്ണം മുറിക്കാൻ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പറയുന്നത്. അതിൻ്റെ യഥാർത്ഥ ഉപയോഗത്തെക്കുറിച്ചല്ലല്ലോ നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാമെന്നേ. ഇതെല്ലാം ലോകം മുഴുവൻ ഉണ്ടല്ലോ. എല്ലായിടത്തും ഉപയോഗിച്ചോട്ടെ, ഉപയോഗിക്കുന്നതിന് തെറ്റില്ല. മരിച്ച വീട്, കല്യാണ വീട്, മനുഷ്യൻ വേദനിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ പ്രൊമോഷനോ അമ്മയുടെ മീറ്റിങ്ങോ സിനിമയിൽ ഒരാൾ ഇടപെട്ട് നിൽക്കുന്നതിനൊക്കെ ഇതെല്ലാം മാധ്യമങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുന്നില്ല. സിനിമ ഒരു മാധ്യമമാണ്, മറ്റു മാധ്യമങ്ങളുടെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, എല്ലാ മാധ്യമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അതൊരു സിനിമാ നടന്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളിലേക്ക് ഇടിച്ചു കയറാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്.